പരാതി ഇവിടുന്ന് ഫോൺ വിളിച്ചതിനോട് വേറെ അറിയിക്കുന്നതിന്റെ തലേന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് പോയത് തന്നെ. വീട്ടിൽ വന്നാൽ ആഹാരം കഴിക്കുക, എൻ്റെ അടുത്ത് മിണ്ടത്തില്ല, അവിടെ കിടന്നുറങ്ങും. രാത്രി ഉറക്കം, പകലും ഉറക്കം. ഭദ്രാവതി അവരുടെ പുള്ളി താമസിക്കുന്ന വീട്ടിൽ ചെന്നാലും ഉറക്കം. കുടുംബത്തിന്റെ കാര്യങ്ങളോ വീടിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇയാൾ വഴക്ക് പറയാന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തോണ്ട് അങ്ങ് പോയേക്കും. ഒരു കാര്യവും സംസാരിക്കാൻ എനിക്കൊരു സ്വഭാവം ഉണ്ട് മാഡം. അയാൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഞാൻ മൗനം പാലിക്കത്തേ ഉള്ളൂ. ഞാൻ വഴക്ക് പറയത്തില്ല, കാരണം പിന്നെ തമ്മിത്തല്ലാവും. അതുകൊണ്ട് ഞാൻ മൗനം പാലിക്കത്തേ ഉള്ളൂ. അതിന്റെ സ്വഭാവം. ഞാൻ പറയും, അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ സംസാരിക്കുമോ? അങ്ങനെ അദ്ദേഹം ഒന്നും സംസാരിക്കത്തില്ലല്ലോ. കൊല്ലത്ത് കിളിയല്ലൂരിൽ വന്നപ്പോ നമ്മളെ അവിടെ ചെന്നപ്പോ ഞാൻ ഇതേപോലെ പുള്ളിയുടെ പ്രശ്നം പറഞ്ഞു. അപ്പൊ എന്റെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, സാറേ അവർക്കെല്ലാം അറിയാം, അവർക്ക് എല്ലാ ഡീറ്റെയിലും അറിയാം. സാറിന് എന്തെങ്കിലും എനിക്ക് അതേ രീതിയിൽ സെക്സിനോട് ഇഷ്ടമില്ലാതെ എന്തെങ്കിലും അത് നിർത്തണമെന്നുള്ള ഏതെങ്കിലും ഒരു ഗുളിക തന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അവരൊരു മരുന്ന് എഴുതി കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇത് മുമ്പോട്ട് എന്തെങ്കിലും പ്രോബ്ലം ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചില ഫാമിലിക്ക് പ്രോബ്ലം ആവും. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളത് വേണ്ടാന്ന് പറഞ്ഞു. ഈ നിങ്ങളുടെ സഹോദരി ലീലയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു വീട്ടിൽ വന്ന് താമസിച്ചതും ആ സമയത്ത് ഇവർ തങ്ങളിലുള്ള ചില സൗന്ദര്യപ്പടക്കങ്ങളും അതും ഇതുമൊക്കെ. പിന്നെ ഒരിക്കലും ഒരു സഹോദരനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തോട്ടുള്ള ചില സംഗതികളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ അതിനുശേഷം ആ സഹോദരിമാരെ കുറിച്ച് തന്നെ ചില നിങ്ങളുടെ സംസാരവും ചില രീതികളും ഒക്കെ നമുക്കൊരിക്കലും നമുക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിവിടെ രാത്രി ബസ് സ്റ്റോപ്പിൽ വിളിച്ചോണ്ട് പോയിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്റെ താല്പര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും വന്നില്ലേ? ഒരു ഭർത്താവ് വിളിച്ചാൽ രാത്രി ആയാലും വരും. എവിടാന്ന്, പക്ഷെ എവിടാന്ന് അറിയത്തില്ല. നിങ്ങൾ ഏത് രീതിയിലാണ് വിളിച്ചോണ്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? നിസ്സാരമായിട്ട് ഞങ്ങൾ ഇത് വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇതൊരു ജഡ്ജിങ് പാനലാണ്. ഇവിടുന്ന് കിട്ടുന്ന പിന്നെ നീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പം ചെയ്യും. നിങ്ങൾ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, പെങ്ങളെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് മടിയിലിരുത്തി അനാവശ്യം കാണിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യമല്ലേ എന്ന് ഇങ്ങനെ മണ്ടയാട്ടിക്കൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. പോകാൻ പറ്റാത്തതാണ് അവിടെ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിനകത്ത് ട്രെയിനകത്ത് മൈസൂരിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ കാണത്തില്ല. അങ്ങ് പോയേക്ക് എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ അങ്ങ് സംസാരം അവസാനം ഞങ്ങൾ വിളിക്കും, എന്തോ ഇത്രയും കൂടുതൽ സംസാരിക്കും. അത് ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുവാടെ അതിൻ്റെ വിവരം അറിയാനാ. ഒരു കാര്യങ്ങൾ ഇത്രയും വർഷം കുഞ്ഞുങ്ങൾ പഠിച്ചല്ലേ, എഡ്യൂക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽ തന്നിട്ടില്ല. എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ ഒരു നമ്പർ തരും. ഞങ്ങൾക്ക് നമ്പർ തന്നിട്ട് പറയും, ഇന്ന ആളിൻ്റെ അഡ്രസ്സാണ്, നമ്പറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചോളൂ. ഇപ്പം ഞങ്ങൾ മൈസൂരിൽ താമസിക്കുന്നത്, എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. ഫോൺ ചെയ്തിട്ട് ഒരു നമ്പർ തരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ആലിനള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. അപ്പോൾ അംബിക ഇദ്ദേഹത്തിന്റെ ആ സുഹൃത്ത് വിളിച്ചില്ല, ഞാൻ ഹെൽപ്പ് ഉപയോഗിച്ചില്ല. എന്തുകൊണ്ടോ ഇവര് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇവര് വീണ്ടും കടിച്ചു തൂങ്ങി ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഈ ജീവിതത്തിൽ തന്നെ നിൽക്കുന്നല്ലോ. കുറെ കള്ളത്തരം അവരുടെ ഭാഗത്തുണ്ടാവും എന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നുപോലെ ധരിച്ചു. മനസ്സിലായില്ലേ? ഇത്രയും ഇതായിട്ട് ഇവർ നിൽക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ സമ്പത്ത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം, അല്ലേ? ശരി. അതല്ല, അവരധ്വാനിച്ച് നിങ്ങളെപ്പോലെ തുല്യമായിട്ട് കുടുംബം പോയിട്ട് ഒരു സ്ത്രീയാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാം. അവരെവിടെയോ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ്, അല്ലേ? പക്ഷെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂവും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കോ ഭാര്യ എന്നുള്ള നിലയ്ക്കോ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ അമ്മ എന്നുള്ള നിലയ്ക്കോ നിങ്ങൾ ഒട്ടും കൊടുക്കാതെ വളരെ കൂളായിട്ട് തെറ്റുപറ്റിപ്പോയി. അത് നിങ്ങളുടെ ജീവിതകാലം നേരെ ആവത്തില്ല കേട്ടോ. ധർമ്മരാജൻ അദാലത്തിലേക്ക് പോവുകയാണ്. അംബിക കുമാരി തന്ന പരാതിയിൽ പറഞ്ഞ തർക്ക വിഷയങ്ങൾ ധർമ്മരാജനുമായി താഴെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. 1. കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരു ഭർത്താവോ ഒരു പിതാവോ എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ധർമ്മരാജൻ ഇതുവരെയും. അത്തരം തെറ്റുകൾ ഇനി മുതൽ ആവർത്തിക്കുകയില്ല എന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു. 2. മകളുടെ വിവാഹത്തിന് തുടർന്നുള്ള ഭാവി ജീവിതത്തിനും വേണ്ട സാമ്പത്തിക സഹായങ്ങളും കടമകളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റാമെന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു. 3. തനിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ദാറ്റ് ഈസ് സെക്ഷൽ ഡീവിയേഷൻ എന്നാണ് നമ്മൾ അതിൻ്റെ കൊടുത്തിരുന്നത്. തനിക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഒന്നും നിഷേധിച്ചിട്ടില്ലാത്തതും ഇനിമേൽ ആവർത്തിക്കുകയില്ലെന്നും ഉറപ്പു നൽകുന്നു. ധർമ്മരാജൻ റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച 2 ലക്ഷം രൂപ
അംബികാകുമാരിയുടെയും ധർമ്മരാജൻ്റെയും പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിക്കാമെന്ന് ധർമ്മരാജൻ സമ്മതിച്ചിരിക്കുന്നു.